നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമോ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടണമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 128 സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലെ ആകെത്തുക എന്ന് പറയുന്നത് ഒരു കുടുംബം, ഒരു ഭവനം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് നൽകുന്ന സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം. ഒന്നാം വാക്യം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഒരു ഭാഗ്യ പദവി ലഭിക്കുന്ന ഒരു ചിന്ത ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ദൈവത്തെ ഭയപ്പെടുകയും ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ് താഴോട്ട് വിവരിച്ചിരിക്കുന്നത്. ഒന്നാമതായി പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നമുക്കറിയാം, ദൈവത്തെ അറിയാത്ത അനേകം ആളുകൾ അധ്വാനിക്കുന്നുണ്ട്, ധനം സമ്പാദിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഓട്ടസഞ്ചിയിൽ ഇട്ടതുപോലെ എങ്ങോട്ട് പോകുന്നെന്ന് അറിയുവാൻ കഴിയുന്നില്ല, എങ്ങനെ അത് നഷ്ടമാകുന്നെന്ന് അറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞ് ദൈവ വഴികളിൽ നടക്കുന്ന ഭക്തന് കയ്യിൽ അല്പമേ ഉള്ളതെങ്കിലും അല്പത്തെ അധികമാക്കാൻ കഴിയുന്ന ദൈവം അതിനെ അനുഗ്രഹിച്ച് നൽകുവാനിടയായിത്തീരും. എന്നിട്ട് ഫാമിലിയെ കുറിച്ചാണ് താഴോട്ട് പറയുന്നത്. ഭാര്യ എപ്രകാരമായിരിക്കും, മക്കൾ എപ്രകാരമായിരിക്കും എന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. എൻ്റെ അടുത്ത വാക്യമാണ് ഏറ്റവും ശ്രദ്ധേയം: യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇന്നീ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമോ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടണമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി: ദൈവത്തെ ഭയപ്പെടുക. ദൈവം പറയുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുക. കർത്താവ് യേശു തന്നെ ഇപ്രകാരം പറയുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഏതാണ് വഴി എന്ന് പറയുന്നത്? നമുക്ക് ദൈവം തന്നിരിക്കുന്ന വഴി കർത്താവിൻ്റെ വചനമാണ്. ഈ ബൈബിളിലെ കൽപ്പനകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വഴി എന്ന് പറയുന്നത്. വചനത്തിലൂടെ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ച് ഈ വഴിയുടെ സഞ്ചരിച്ചാൽ നമ്മുടെ ഇഹലോകത്തിലെ ജീവിതം മാത്രമല്ല, പരലോകത്തിലെ ജീവിതവും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും ഏറ്റവും മേന്മയേറിയതും ആയിരിക്കും എന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം: കർത്താവേ, ഞാൻ അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു തികഞ്ഞ യഹോവ ഭക്തനായി, ദൈവ ഭക്തനായി ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും അവസാനത്തെ ഭാഗം ഇപ്രകാരമാണ് വായിച്ച് അവസാനിപ്പിക്കുന്നത്: നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും, ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകട്ടെ. അതേ പ്രിയമുള്ളവരെ, ഈ ജീവിതയാത്രയിൽ പണമോ മറ്റ് അനുഗ്രഹങ്ങളോ നന്മകളോ എല്ലാറ്റിനേക്കാളും ഉപരി ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. യേശു പറയുന്നു: ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നേച്ചു പോകും. എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല, അത് നിലനിൽക്കുന്ന സമാധാനമാണ്. ആർക്കും അതിനെ എടുത്തു കളയുവാൻ കഴിയുകയില്ല. ഈ പകലിൽ തികഞ്ഞ യഹോവ ഭക്തനായി യഹോവയെ സേവിച്ച് മാനിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ മഹത്വവും കൊടുത്ത് ദൈവം തന്നിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നു. തലമുറ വരെ നമ്മെ കാണുമാറാക്കി, നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി
നിത്യമായ സമാധാനത്താൽ നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അങ്ങയുടെ വഴികളിൽ നടന്ന് അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു തികഞ്ഞ ദൈവഭക്തരായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനത്തോടെ നമുക്ക് മുന്നേറാം. ഈ സങ്കീർത്തന വചനപ്രകാരമുള്ള എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്മേലും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്റെ ചിന്തകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി